മോനേന്നോ 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 സിജോയ്ക്ക് എന്നെ കണ്ടിട്ട് പ്രായം തോന്നിക്കുന്നില്ല. പ്രായമല്ലായിരുന്നു അടുത്ത വിഷയം. ഞാൻ മോനെ എന്ന് വിളിച്ചു പോയി. പക്ഷേ ആ വിളി എന്തായാലും തിരുത്തണം. തിരുത്തില്ലെങ്കിൽ അനന്ത് മോനത് വിഷയമാകുമല്ലോ. അതുകൊണ്ട് ഞാൻ മോളെ എന്ന് വിളിക്കാം. ഓക്കെ, കാരണം മോളെ എന്ന് വിളിക്കേണ്ട പരിപാടികളാണ് കുട്ടൻ കുറച്ച് നാൾ മുന്നേ ഒക്കെ കാണിച്ചു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്തായാലും ഇനി അതിനകത്തൊരു ഡിസ്കഷൻ വേണ്ട. മോളെ, അനന്ത് മോളെ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ചെയ്യാം. ഞാൻ മോനാണോ മോളാണോ എന്ന് എന്റെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നിന്റെ വീഡിയോ കാണുന്നവർക്ക് അത് മനസ്സിലാവില്ലടാ സിജോ. നീ ആണാണോ അതോ പെണ്ണാണോ, അത് ആണും പെണ്ണും കെട്ടവനാണോ, അത് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. അപ്പോ അനന്തമോളെ പറ്റി ഏറ്റവും ആദ്യം ഞാനൊന്ന് അന്വേഷിക്കുക എന്നുള്ളതാണല്ലോ. ഞാൻ അനന്തമോളെ കഴിഞ്ഞ ദിവസം പറഞ്ഞു അന്വേഷിച്ചിട്ട് ഞാൻ അങ്ങനെ അന്വേഷിച്ചു അനന്തമോളെ. അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യം, അനന്തമോൾ ഇങ്ങനെയൊക്കെ പറയുന്നു, അപ്പൊ എന്തായിരിക്കും അതിന്റെ കാര്യം? അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് അനന്തമോൾ എന്തോ 1994 കാലഘട്ടത്തില് അവരുടെ അനന്തമോള് ജനിച്ച ആ ഒരു സ്ഥലത്തില് ഞാൻ നോക്കിയപ്പോ അനന്തമോളുടെ പൈതൃകത്തിന്റെ വിഷയമാണെന്നാണ് ഒരു പൊതു സംസാരം. എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ പൈതൃകത്തിന്റെ ആ ഒരു ക്വാളിറ്റിയുടെ വിഷയമായിരിക്കാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പൈതൃകങ്ങളാൽ ജനനമെടുത്ത ഒരു വ്യക്തി എന്ന രീതിയിൽ അങ്ങനെ സംഭവിച്ചതായിരിക്കാം. കാരണം അങ്ങനെയാണല്ലോ. കാരണം ചുരുക്കം പറഞ്ഞ സിജോ എന്റെ തന്തയ്ക്ക് വിളിച്ചതാണ് ഗൈസ്, നിങ്ങൾ പോയി കേട്ടത്. ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാന്ന് തന്നെ വിചാരിച്ചത്. ഏതെങ്കിലും ഒരു നാറി വന്ന് നമ്മുടെ തന്തയ്ക്ക് വിളിച്ച് നമുക്ക് ഉണ്ടായിരിക്കാൻ പറ്റൂലല്ലോ. എടാ സിജോ, ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിലോ അല്ലെങ്കിൽ ഒരു വീഡിയോയിലോ നിന്റെ അച്ഛനെ പറഞ്ഞിട്ടില്ല, നിന്റെ അമ്മയെ പറഞ്ഞിട്ടില്ല, നിന്റെ ഭാര്യയെ പറഞ്ഞിട്ടില്ല, നിന്റെ വീട്ടിലുള്ള ആരെയും പറഞ്ഞിട്ടില്ല. ഞാൻ നിന്നെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതും പച്ചത്തെറിയൊന്നും ഇതുവരെ വിളിച്ച് നിന്നെ സംസാരിച്ചിട്ട് പോലും. ഇപ്പൊ നിന്റെ തന്തയ്ക്ക് ഒരുത്തം വന്ന് വിളിക്കുവാണെങ്കിൽ നീ അവനെ തിരിച്ച് തന്തയ്ക്ക് വിളിക്കുന്നതിന് ഒരു മാന്യത ഉണ്ടെന്ന് പറയാം. അതിപ്പോ ഞാനായാലും വിളിക്കാറുണ്ട്. നമ്മളെ ഇങ്ങോട്ട് വിളിച്ചാൽ തിരിച്ചു വിളിക്കും, അത്ര തന്നെ. അങ്ങനെ അവസാനം സിജോയും അനന്തും തമ്മിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എന്തായി ഒരു ഒത്തുതീർപ്പായി. അതായത് അവർ തമ്മിൽ ഒരു കോംപ്രമൈസ് പോലെ ആയിരിക്കുന്നു. അതെന്താന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് സിജോയും അനന്തും തമ്മിലുള്ള പ്രശ്നങ്ങൾ. അതായത് സിജോ ഒരു വീഡിയോ ഇട്ടു, ആ വീഡിയോക്ക് എതിരായിട്ട് അനന്ത് എന്ത് ചെയ്ത് റിയാക്ട് ചെയ്തു. അനന്ത് റിയാക്ട് ചെയ്തതിനെതിരെയൊക്കെ ആയിട്ട് സിജോ വീണ്ടും അതിനൊരു മറുപടി പോലെ കൊടുത്തു. അതിനെതിരെ വീണ്ടും അനന്ത് വീഡിയോ ഇട്ടു. അവസാനം എന്തായി, അനന്തുവിൻ്റെ വീട്ടിലിരിക്കണ അനന്തുവിൻ്റെ അച്ഛനെയും അമ്മനെ കുറിച്ചിട്ടൊക്കെ സിജോ പറഞ്ഞു. അതായത് ഒരു പൈതൃകത്തെ കുറിച്ചിട്ടൊക്കെ സിജോ പറഞ്ഞു. ഒരു മോശമായിട്ടുള്ള വാക്ക് തന്നെയാണ് അത് സിജോ പറഞ്ഞത് തെറ്റ് തന്നെയാണ്. കാരണം ഒരാളെ കുറിച്ചിട്ടും അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. അതായത് പച്ചക്ക് പറഞ്ഞ അനന്തുവിൻ്റെ തന്തക്ക് പറഞ്ഞത് തന്നെയാണ് അതായത് എല്ലാവരും ഒരു തന്തക്ക് ജനിച്ചവരാണ്, അതായത് ഞാനൊരു തന്തക്ക് ജനിച്ചതാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് സിജോ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നിരുന്നു. അത് അനന്തുവിനെതിരെയാണ്. അതായത് അനന്തുവിൻ്റെ അച്ഛനും അമ്മക്കും എതിരെയൊക്കെ ആയിട്ട് തന്നെയാണ് അത് സംസാരിച്ചത്. അത് സോഷ്യൽ മീഡിയയിലുള്ളവരെല്ലാവരും അത് കണ്ടപ്പോൾ അതിനെക്കുറിച്ചിട്ട് സിജോക്കെതിരെ എല്ലാവരും ഒന്ന് റിയാക്ട് ചെയ്തതായിരുന്നു. അപ്പോൾ അതിനുശേഷം സിജോ ഒന്ന് എയറിൽ പോയതായിരുന്നു. ഇപ്പോൾ ഏകദേശം സിജോ അങ്ങനെ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞത്, അത് സിജോ പറഞ്ഞത് ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ലാത്തത് തന്നെയാണ്. അതൊരു മോശമായിട്ടുള്ള വാക്ക് തന്നെയാണ്. അത് ഒരിക്കലും ഒരാളെ കുറിച്ചിട്ടും പറയാൻ പാടില്ലാത്തത് തന്നെയായിരുന്നു. അങ്ങനെ അവസാനം സിജോനെ എന്തായി, സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവരും ഒന്ന് ഇട്ടിട്ട് അലക്കി. അതായത് സിജോനെ എല്ലാവരും ഒന്ന് ട്രോളിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തുക്കണു. അതായത് സിജോനെ കുറിച്ചിട്ട് ഭയങ്കര മോശമായിട്ട് തന്നെയാണ് പിന്നെ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ സംസാരം കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പം എന്താണെങ്കിലും ഇപ്പോൾ സിജോ അനന്തുവിനോട് മാപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞിരിക്കണം. അതെന്തായാലും ഇപ്പോൾ ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെതിരെ മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അംഗീകരിക്കേണ്ട തന്നെ. അതിപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ അനന്തുവിൻ്റെ അച്ഛനും അമ്മനെ, അതായത് അനന്തുവിൻ്റെ തന്തക്ക് പറഞ്ഞിട്ട് തന്നെയാണ് ഇപ്പോൾ അവൻ മാപ്പ് പറഞ്ഞിരിക്കണേ. ഇനിയിപ്പോൾ എന്താണെങ്കിലും പറഞ്ഞ വാക്കാണ്, നമ്മൾ പറയില്ല ഇപ്പോൾ വാവിട്ട വാക്ക് എന്നൊക്കെ പറയില്ലേ, എന്തായാലും നമ്മൾ നാവെന്ന് പറഞ്ഞ വാക്കാണ്. അപ്പോൾ അത് തിരിച്ചെടുക്കാൻ പറ്റൂല എന്താണെങ്കിലും. പക്ഷെ പറഞ്ഞതിന് മാപ്പൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ സിജോ ഇപ്പൊ രംഗത്ത് വന്നിരിക്കണു. ഹായ്, ഞാൻ നിൽക്കുന്നത് അനന്തുവിൻ്റെ കൂടെയാണ്. ഞങ്ങൾ അനന്തുവിൻ്റെ വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. വന്നത് വേറൊന്നുമല്ല, ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല. യൂട്യൂബിൽ നമ്മൾ വീട്ടുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കും. അപ്പോൾ കാണുന്ന ആളുകൾക്ക് അതൊരു ഞങ്ങൾ തമ്മിൽ എന്തോ വലിയ ശത്രുത എന്നൊക്കെ വിചാരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശം ഉണ്ടായിരുന്നു വീഡിയോ ചെയ്തപ്പോഴത്തേക്കും. ആ വേർഡ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് അറിയാം, ഇപ്പം ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ പൈതൃകം എന്ന് പറഞ്ഞുകൊണ്ട് അനന്തുവിൻ്റെ പാരൻസിനെ വളരെ മോശമായ രീതിയിൽ എൻ്റെ വായിന്നൊരു വാചകം വന്നു. അത് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ മൂച്ചിനെ കയറി പറഞ്ഞതാണ്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളതൊക്കെ സംസാരിച്ചു. മേ ബി അനന്ത് ഇപ്പോൾ അതിനെപ്പറ്റി പറയും. അപ്പോൾ അനന്തുവിൻ്റെ അമ്മയെ കണ്ട് എനിക്കിത് അച്ഛനും അമ്മയും കണ്ട് അതിനെപ്പറ്റി ഒന്ന് ക്ഷമ ചോദിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ അനന്തുവിൻ്റെ വീട്ടിലെത്തി. പ്രത്യേകിച്ച് എൻ്റെ അമ്മയും എൻ്റെ പെങ്ങളും എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു ക്ഷമ ചോദിക്കാണ്ട് വീട്ടിൽ കയറിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേഴ്സണലി എനിക്കും തോന്നി അത് ശരിയല്ല പരാമർശം. കുറച്ചാൾ മുമ്പേ ഞാൻ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ വായി തോന്നിയേക്ക് വിളിച്ചു പറയുമായിരുന്നു അന്ന്. മേ ബി നമുക്ക് ലൈഫാകുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവണം, തെറ്റുകൾ തിരുത്താനുള്ള മനസ്സുണ്ടാവണം. അപ്പോൾ അനന്തുവിൻ്റെ അമ്മയെ കണ്ടു, അനന്തുവിനെ നേരിട്ട് കണ്ടു. എനിക്ക് അനന്തുവിനോടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ, ഞാനത് തുറന്ന് സംസാരിച്ചു. ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. ആ സംസാരത്തിനൊടുവിലാണ് ഈ വീഡിയോ ഇപ്പോൾ എടുക്കുന്നത്.
അനന്തുവിന്റെ അച്ഛനോടും അമ്മയോടും ഒരിക്കൽ കൂടെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. എന്റെ ഭാഗത്തുനിന്ന് അവർക്കുണ്ടായ ഇല്ലില്ല, ബുദ്ധിമുട്ടുകൾ അവര് ഞാൻ പറയില്ല, ഓക്കെ, പ്രശ്നമൊന്നുമില്ല. പറയാനുണ്ടെങ്കിൽ അല്ല, എനിക്ക് പറയാനുള്ളത്, ഞാൻ മുൻപ് ചെയ്ത വീഡിയോയിൽ എന്തെങ്കിലും സിജോന്റെ ഫാമിലിക്ക്, അപ്പം ഭാര്യയാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും അച്ഛനാണെങ്കിലും സിജോയ്ക്കാണെങ്കിലും എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. ഞങ്ങൾക്ക് തട്ടി പറയുന്നതാണ്, റിയലി സോറി. ഇനി എന്താ പറയാ, ഇനി വീട്ടിൽ വന്ന് ഇതുപോലെ പറയണമെന്നാണെങ്കിൽ അല്ല, നീ വീട്ടിലേക്ക് വന്നോ? വീട്ടിലേക്ക് പറയണമെന്നാണെങ്കിൽ ഓക്കെ, ഞാൻ അതിനും റെഡിയാണ്. എനിക്ക് അനന്ത് വീട്ടിലേക്കൊക്കെ വരും, ഞാൻ അനന്തിന്റെ വീട്ടിലേക്കൊക്കെ വരും. ഇല്ല, സോറി പറയണമെന്നല്ല, സൗഹൃദത്തിന്റെ പേരിൽ. ഒരു കാര്യമാണ് ഞാൻ പറയാനുള്ളൂ, എനിക്ക് സിജോ എടുത്ത് യാതൊരു തരത്തിലുള്ള പേഴ്സണൽ ഗ്രഡ്ജ് അങ്ങനെ ഒന്നുമില്ല. നമ്മള് വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ എന്താ പറയാ കോണ്ടന്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ അതിനകത്ത് അപ്പുറം ഒന്നുമില്ല. ഇപ്പൊ സിജോ നമുക്കൊരു വീഡിയോ ചെയ്തു, നമ്മൾ തന്നെ റിയാക്ട് ചെയ്തു, വളരെ ഹെൽത്തി ആയിട്ട് ആ സംഭവം അവിടെ തീർന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ അവസാനം സിജോ മാപ്പ് പറഞ്ഞ സ്ഥിതിക്ക് ഇനി സിജോനെ കുറിച്ചിട്ട് കൂടുതൽ, അതല്ലെങ്കിൽ ഈ ഒരു ചർച്ചനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ടൊന്നും കൂടുതലായിട്ട് ഇനി പറയാതിരിക്കുകയാണ് ഇനി നല്ലത്. ഇനിയിപ്പോൾ എന്തായാലും മാപ്പ് പറഞ്ഞ സ്ഥിതിക്ക് അനന്തു ആണെങ്കിലും സിജോ ആണെങ്കിലും ഇപ്പോൾ നല്ല രീതിയിലുള്ള സൗഹൃദത്തിലൊക്കെ പോട്ടെ. കാരണം ഇനിയിപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ റിയാക്ഷൻ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ചിലപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ സംസാരത്തിൽ എന്തെങ്കിലും നമ്മളെ നാവുന്ന എന്തെങ്കിലുമൊക്കെ വരും. പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ ഈ സിജോ പറഞ്ഞതുപോലെ വീട്ടിലുള്ളവരെ, അതായത് ഇപ്പോൾ അനന്ത് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, അതായത് സിജോക്കെതിരെ പറഞ്ഞു, അതായത് അനന്ത് എന്ത് പറയണ്ടെങ്കിലും അത് സിജോക്കെതിരെയാണ് പറയുന്നത്. പക്ഷേ സിജോൻ്റെ വീട്ടിലുള്ളവരെ കുറിച്ചിട്ടൊന്നും അനന്തു ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ സിജോ തിരിച്ചാണ് പറഞ്ഞത്, അനന്തുവിൻ്റെ അച്ഛനും അമ്മനെയൊക്കെയാണ് സിജോ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സിജോ എന്ത് ചെയ്തിരിക്കുകയാണ്, ഇപ്പോൾ മാപ്പൊക്കെ അനന്തുവിൻ്റെ വീട്ടിലൊക്കെ വന്നിട്ട് മാപ്പൊക്കെ പറയേണ്ടി വന്നത്. അപ്പോൾ സിജോനോട് പറയാനുള്ളത്, താങ്കളിപ്പോൾ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്തിരുന്ന ഒരാളായിരുന്നു, ഇപ്പോൾ ഒരു ഫാമിലി വ്ളോഗൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യണവരെ ഒന്നും കൂടുതലായിട്ട് ഇങ്ങനെ അധിക്ഷേപിച്ച് പറയേണ്ട ആവശ്യവും കാര്യങ്ങളൊന്നുമില്ല. കാരണം താങ്കളും ഇങ്ങനെ ഇതേമാതിരി റിയാക്ഷൻ വീഡിയോ ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മളെ നാവുന്ന് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സംസാരത്തിൽ നിന്നൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ വരാറുണ്ട്. പക്ഷെ എന്ത് പറയുകയാണെങ്കിലും നമ്മൾ വീട്ടിലുള്ളവരെ പറയാതിരിക്കുക. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആ പറയുന്നവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നല്ലാതെ വീട്ടിലിരിക്കണ അച്ഛനും അമ്മനെയൊന്നും പറയാതിരിക്കുക. അങ്ങനെ നമ്മൾ വീട്ടിലുള്ളവരെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ സിനിമയിൽ മോഹൻലാൽ ഈ ആറാം തമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയിൽ പറഞ്ഞ പോലെ ആയിരിക്കും. അതായത് നമ്മളെ വാ വിട്ട വാക്കും കൈവിട്ട ആയുധം എന്നൊക്കെ പറയില്ലേ, അത് രണ്ടും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ കൈവിട്ട ആയുധവും അതുപോലെ നമ്മൾ നാവുകൊണ്ട് പറഞ്ഞ നമ്മളെ വാക്കും പിന്നെ തിരിച്ചെടുക്കാൻ പറ്റൂല. നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾ എത്ര ക്ഷമ ചോദിച്ചാലും നമ്മളെ പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കാൻ നമുക്ക് പറ്റില്ല. പറഞ്ഞത് നമ്മൾ പറഞ്ഞത് തന്നെയാണ്. അത് പ്രത്യേകിച്ച് ഒരാളുടെ തന്തക്കും തള്ളക്കൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കാൻ, അത് മോശമായിട്ടുള്ള വാക്ക് തന്നെയാണ്. അത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. പിന്നെ ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ ആരെയാണ് നമ്മൾ തന്തക്കും തള്ളക്കും വിളിച്ചിരിക്കുന്നത്, അവൻ ക്ഷമിച്ചോ എന്ന് പറയുന്നല്ലാതെ പിന്നെ നമ്മുടെയൊക്കെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ പറഞ്ഞതിന് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു, അല്ലെങ്കിൽ നിന്റെ അച്ഛനോടും അമ്മനോടും ക്ഷമ ചോദിക്കണു എന്നൊക്കെ നമുക്ക് പറയാം. അത് നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടും, അതല്ലെങ്കിൽ ആ പറഞ്ഞ ആൾക്ക് വിഷമമായിക്കണമെങ്കിൽ ആ വിഷമം മാറാനൊക്കെ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ക്ഷമ ചോദിക്കാം. പക്ഷേ പറഞ്ഞ വാക്ക് അത് വാക്ക് തന്നെയാണ്.